ഇന്ന് നമ്മൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഉച്ചഭക്ഷണം, പക്ഷേ അത് നല്ല ബാലൻസ്ഡ് ആണ്, ഹെൽത്തിയാണ്. അങ്ങനത്തെ ഒരു ഭക്ഷണമാണ്, ലഞ്ചാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ്? പരിപ്പ്, പടവലങ്ങ, കായുപ്പേരി, പച്ചമോര്, പപ്പടം വറുത്തത്, പിന്നെ അച്ചാറ്, ഇഞ്ചമ്പുളി, പിന്നെ നമ്മുടെ മുട്ട കുത്തിരിച്ചോറ്. അതാണ്. അതിനായിട്ട് പരിപ്പ് കറി ആദ്യം ഉണ്ടാക്കാൻ പോകാം കേട്ടോ. അപ്പോൾ പരിപ്പ് ആവശ്യത്തിനുള്ളത് എടുക്കുക. പരിപ്പ് ഇതിപ്പോൾ ഈ ഇത്രയും പടവലങ്ങയുള്ള കാരണം കുറച്ച് പരിപ്പ് കൂടുതലിട്ടുണ്ട്. 2 പിടി പരിപ്പ്, അത് കഴുകിയിട്ടാണ് ഇട്ട് കൊടുത്തത് കേട്ടോ. പിന്നെ പടവലങ്ങ ഇതുപോലെ തൊലി ചെത്തിയിട്ട് കഴുകി കഴിഞ്ഞിട്ട് അരിഞ്ഞാൽ മതി. പിന്നെ അരിഞ്ഞ് കഴിഞ്ഞിട്ട് കഴുകരുത്. ആദ്യം തൊലിയൊക്കെ കളയുക, അതിന് ശേഷം അതൊന്ന് കഴുകിയെടുക്കുക. പിന്നെ നമ്മളിങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്തെടുക്കുക. ഇനി പടവലങ്ങ അരിഞ്ഞത് ഈ പരിപ്പിൽ കൂടെ ചേർക്കുക. പിന്നെ അതിൽ നമ്മൾ പച്ചമുളക്, ഇതിൽ ചുമന്ന മുളക് നമ്മൾ ചേർക്കണില്ല കേട്ടോ. അപ്പോൾ പച്ചമുളക് എരിവിന് ആവശ്യമുള്ളത് ചേർക്കുക. പിന്നെ കറിവേപ്പില, മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കുക. പിന്നെ ഇങ്ങനെ കുറച്ചൊന്ന് പൊന്തി നിൽക്കണ അത്ര വെള്ളം ഒഴിച്ചാൽ മതി. കുറേ അധികം വെള്ളം ഒഴിക്കണ്ട കേട്ടോ. ഇത് കുക്കറിൽ വെക്കുന്ന കാരണം ഒരു വിസിൽ വന്നാൽ മതി. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫസ്റ്റ് വിസിൽ വരുമ്പോൾ തന്നെ ഓഫ് ചെയ്ത് വെക്കുക. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ടാവും. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു അരപ്പും കൂടെ ചേർക്കണം. അതിന് 1 മുറി നാളികേരമാണ് എടുത്തത് കേട്ടോ. അത് കറിയുടെ അളവനുസരിച്ചിട്ട് നാളികേരം എടുക്കുക. കുറച്ച് കറിയാണെങ്കിൽ ഇത്ര അധികം നാളികേരം ആവശ്യം വരില്ല. അത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. നല്ല പേസ്റ്റ് ആയില്ലെങ്കിലും കുഴപ്പമില്ല, കുറച്ച് തെരുതെരിപ്പോട് കിടന്നാലും കുഴപ്പമില്ല. അത് നമ്മൾ ഈ തിളച്ച് വരുന്ന പരിപ്പിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ചേർക്കുക. ലൂസൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ആക്കുക. അപ്പോൾ നമ്മുടെ കറി എത്ര പെട്ടെന്ന് റെഡി ആയത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള കറിയില്ലേ. പിന്നെ ചെറുതായിട്ടൊന്ന് തിളച്ചാൽ മതിയിട്ട് നാളികേരം ചേർത്തിട്ട് സിമ്മിലിട്ടിട്ട് ചെറുതായിട്ടൊരു തിള വരുമ്പോൾ ഇറക്കി വെച്ചിട്ട് അത് വറുത്തിടാനായിട്ട് വെളിച്ചെണ്ണയിൽ കടുക്, വറ്റൽമുളക്, കറിവേപ്പില, ഇത്ര മാത്രം മതി. അതുകൂടെ ചേർത്ത് കഴിയുമ്പോൾ നമ്മുടെ കറിക്ക് സ്വാദും കൂടും, ഭംഗിയും കൂടും. അപ്പോൾ ആ കറി അവിടെ ഇരിക്കട്ടെ. ഇനി അടുത്ത് നമ്മുടെ ഉപ്പേരിയാണ്. കായുപ്പേരി ഉണ്ടാക്കാനായിട്ട് പച്ചക്കായ ഉപ്പ് വെള്ളത്തിലേക്ക് ഇട്ടാൽ വേഗം അതിൻ്റെ കറിയൊക്കെ പോയി കിട്ടും. ഈ കായുപ്പേരിക്ക് വേണമെങ്കിൽ നമുക്ക് പയറും കായും കൂടെ ചേർത്തിട്ട് ആക്കാട്ടെ. അപ്പോൾ കുറച്ചും കൂടെ അത് നല്ലതാവും. അപ്പോൾ നമ്മളിപ്പോൾ കായ മാത്രമാണ് എടുക്കുന്നത്. നമുക്ക് എന്ത് കറിയായാലും കുഴപ്പമില്ല, കഴിക്കുമ്പോൾ ബാലൻസ്ഡ് ആയിട്ട് കഴിക്കുക. അതാണ് നമുക്ക് നല്ലത്. കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ അതല്ലേ, അവർക്ക് പഠിക്കാനൊക്കെ നല്ല ഉഷാർ വേണ്ടേ. എല്ലാ ഭക്ഷണം കൊടുക്കുമ്പോഴേ ഏത് സമയത്ത് കൊടുക്കായാലും ഒന്ന് ബാലൻസ്ഡ് ആയിട്ട് കൊടുക്കാൻ നോക്കുക. അങ്ങനെ ഉപ്പ് വെള്ളത്തിലിട്ടിട്ട് ഒന്ന് കഴുകിയെടുക്കുക. പിന്നെ അത് കുക്കറിലാണ് വയ്ക്കുന്നത് കേട്ടോ. കുക്കറിൽ കായ ഇട്ടിട്ട് അതിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. പിന്നെ കുറേ വെള്ളം ഒഴിക്കണ്ട, കുറച്ച് വെള്ളം, അടിയിൽ നിൽക്കണത്ര വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. കണ്ടില്ലേ, കായയുടെ അളവനുസരിച്ചിട്ട്. കായ മുങ്ങിക്കിടക്കുന്ന തരത്തിൽ വെള്ളം ഒഴിക്കേണ്ട, കാരണം കായ വേഗം വെന്ത് കിട്ടും. ഇതിപ്പോൾ കുക്കറിൽ വയ്ക്കുമ്പോൾ വെയിറ്റ് ഇടരുത് കേട്ടോ. വെയിറ്റ് ഇട്ട് കഴിഞ്ഞാൽ കുഴഞ്ഞു പോവും. അപ്പോൾ വെയിറ്റ് ഇടാണ്ട് നമ്മൾ ഇങ്ങനെ നോക്കുക. അപ്പോൾ ആദ്യം നല്ല ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് തിളച്ചിട്ട് ആവി വന്ന് കഴിയുമ്പോൾ പിന്നെ സിമ്മിലിട്ട് വേവിച്ചാൽ മതി. ഇത് വെന്തിട്ടില്ല കേട്ടോ, കുറച്ചും കൂടെ വെള്ളം ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ തന്നെ വെയിറ്റ് ഇടാണ്ട് സിമ്മിലിട്ടിട്ട് വേവിക്കുക. പിന്നെ അത് നമ്മൾ കാച്ചാനായിട്ട് ചുമന്നുള്ളി മാത്രമേ എടുക്കണുള്ളൂ കേട്ടോ. വെളുത്തുള്ളി ആവശ്യമുള്ളവർക്ക് എടുക്കാം. അപ്പോൾ ഉള്ളി കാച്ചുന്നതിന് മുമ്പായിട്ട് നമ്മൾ ആ എണ്ണയിൽ തന്നെ പപ്പടം വറുത്തെടുക്കുക. പിന്നെ പപ്പടം വറുക്കാൻ വേറെ ഓയിൽ ആവശ്യമില്ല. പിന്നെ പപ്പടം വറുത്ത ഓയിൽ ബാലൻസ് ആവുകയും ചെയ്യില്ല. ഇതിപ്പോൾ തന്നെ നമ്മളെടുത്ത് ഇപ്പം തന്നെ അതിൽ കൂട്ടാൻ കഴിച്ചുമ്പോൾ കുഴപ്പമില്ല. അപ്പോൾ തന്നെ പപ്പടം വറുക്കുമ്പോൾ ഫുള്ളായിട്ട് വറുക്കണേക്കാളും നല്ലത് ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് വറുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ പപ്പടം കഴിക്കുന്നതിൻ്റെ അളവ് കുറഞ്ഞു കിട്ടും. അല്ലെങ്കിൽ നമ്മൾ മുഴുവനോടെ വറുക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ 2-3 പപ്പടമൊക്കെ ചിലപ്പോൾ കഴിച്ചു പോകും. ഇതാകുമ്പോൾ ചെറിയ പീസാകുമ്പോൾ ഓരോ പീസ് എടുത്ത് കഴിച്ചാൽ നമുക്ക് പപ്പടത്തിൻ്റെ ആവശ്യം കഴിയും, പക്ഷേ അളവ് കൂടില്ല. ഇനി അതേ എണ്ണയിലേക്കാണ് നമ്മൾ ഉള്ളി ചതച്ച് വെച്ചത് ചേർക്കണത് കേട്ടോ. ഇതിലിനി വെളുത്തുള്ളി ചതച്ച് ചേർക്കണമെങ്കിൽ അതും ചേർക്കാം. അതിലേക്ക് നമ്മൾ കുത്തിപ്പൊടിച്ച് മുളക് ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ മിക്സിയിൽ ഇപ്പം തന്നെ പൊടിച്ച് ചേർത്തതാണ് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളത്ര മുളക് പൊടി ചേർക്കുക.
ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ച് ഉപ്പ് ചേർക്കട്ടെ. അപ്പോൾ ഈ മസാലയിലൊന്നും ഉള്ളിയിലൊക്കെ ഒന്ന് ഉപ്പ് പിടിക്കും. പിന്നെ കറിവേപ്പില ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരട്ടെ. മൊരിയാണ്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ കറിക്ക് അത്ര രസം ഉണ്ടാവില്ല, ഉപ്പേരിക്ക്. ഇനി നമ്മൾ വേവിച്ച് വെച്ച കായ അതിലിട്ട് കൊടുക്കുക. അപ്പം നമ്മളെ നല്ലൊരു ഉപ്പേരി, കായുപ്പേരി റെഡിയായി. ഇതൊക്കെയുള്ളൂ. നമ്മൾ പെട്ടെന്ന് മടി പിടിച്ചിരിക്കുന്ന ദിവസം നമുക്ക് കുറേ പണിയുള്ള കറികളൊന്നും ഉണ്ടാക്കണ്ട. എളുപ്പത്തിലുള്ള കറി എന്നാൽ അത് ബാലൻസ്ഡ് ആയിട്ടുള്ളത്. അപ്പോൾ അതേ ഇപ്പം നമുക്ക് കണ്ടില്ലേ, ഇഞ്ചമ്പുളി, മാങ്ങാച്ചാറ്, പപ്പടം വറുത്തത്, പച്ചമോര്, പിന്നെ കായപ്പേരി, പിന്നെ നമ്മുടെ പരിപ്പ് പടവലം കറി, പിന്നെ മട്ടച്ചോറ്. അപ്പോൾ ഇഷ്ടമായില്ലേ? ഇപ്പോൾ ഒരു ഐഡിയ ഒക്കെ കിട്ടിയില്ലേ എങ്ങനെയാണ് നമ്മൾ പെട്ടെന്ന് കുറച്ചധികം വിഭവങ്ങൾ തോന്നും വേണം, എന്നാൽ നമുക്ക് പണി കുറവാകാനും പാടുള്ളൂ. അങ്ങനത്തെ ഒരു ഉച്ചഭക്ഷണം ഉണ്ടാക്കണമെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.